നമസ്കാരം. നിക്ഷേപത്തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭീഷണി മുഴക്കിയ നേതാവിനെ ന്യായീകരിച്ച് CPM. ജീവനൊടുക്കിയ സാബുവിന്റെ ഭാഗത്തായിരുന്നു പ്രശ്നമെന്ന വാദമാണ് CPM ഉയർത്തുന്നത്. CPM ഏരിയ സെക്രട്ടറി മാത്യു ജോർജാണ് ഭീഷണി മുഴക്കിയ കട്ടപ്പനയിലെ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് VR സജിയെ പിന്തുണച്ചും ന്യായീകരിച്ചും രംഗത്തെത്തിയിരിക്കുന്നത്. സാബുവിനോട് VR സജി സംസാരിച്ചത് ഭരണസമിതി അംഗമെന്ന നിലയിലാണെന്ന് മാത്യു ജോർജ് പറഞ്ഞു. സാബു ബാങ്കിലെത്തി തർക്കമുണ്ടാക്കിയിരുന്നു. പാർട്ടി സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മാത്യു ജോർജ് പറഞ്ഞു. സാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം പുറത്തു വന്നിരുന്നു. സാബു അടിമേടിക്കുമെന്നായിരുന്നു സജിയുടെ ഭീഷണി. സാബുവിനെ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കളും ആരോപിച്ചിരുന്നു. CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയാണ് VR സജി. ഈ ഭീഷണിയുടെ തുടർഫലമായിരുന്നു സജിയുടെ ആത്മഹത്യ. കെടുകാര്യസ്ഥതയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നവർ പണം നിക്ഷേപിച്ചവരോട് എടുക്കുന്ന സമീപനത്തിന് തെളിവാണ് ഈ സംഭവം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെടുകാര്യസ്ഥത മറയ്ക്കാനായിരുന്നു ഭീഷണി. താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. താൻ തിരിച്ച് ആക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്തെന്നാണ് സജി തിരിച്ചു ചോദിക്കുന്നത്. വിഷയം മാറ്റാൻ നോക്കേണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പറഞ്ഞ സജി പണി മനസ്സിലാക്കി തരാമെന്ന് സാബുവിനെ ഭീഷണിപ്പെടുത്തി. പണം തരാൻ ഭരണസമിതിയും ജീവനക്കാരൻ ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ ആക്രമിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്. CCTV പരിശോധിച്ചാൽ സത്യം തെളിയുമെന്ന് സജി പറയുമ്പോൾ നേതാവ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതായത് തെളിവും സത്യവും ഒന്നും സഖാവിന് വേണ്ട കാലം. കേസിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. പ്രാഥമിക പരിശോധനയിൽ സാബുവും ജീവനക്കാരും തമ്മിൽ കയ്യേറ്റമുണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റിജി, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. ആശുപത്രി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിലാണ് സാബു ജീവനൊടുക്കിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സാബുവിനെ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് സാബു കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ നിക്ഷേപത്തുക തിരിച്ചു നൽകിയില്ല. ഇതേ തുടർന്നാണ് ആത്മഹത്യ. രാവിലെ 7:30ഓടെയാണ് സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിന്റെ പടികൾക്ക് സമീപം മരിച്ച നിലയിൽ സാബുവിനെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്നയാളാണ് സാബു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. 25 ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത്. ഈ പണം തിരിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായതിനാൽ മാസം തോറും നിശ്ചിത തുക നൽകാമെന്ന് അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് തുക നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സാർത്ഥം കൂടുതൽ തുക ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയിരുന്നു. തുടർന്ന് ജീവനക്കാരുമായി തർക്കമുണ്ടായി. തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സാബുവിന്റെ ഭാര്യ. രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2 വർഷം മുമ്പാണ് CPM ഭരണസമിതിക്ക് കീഴിൽ വരുന്നത്. പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. കുറഞ്ഞ നിക്ഷേപകർ മാത്രമാണ് ഇവിടെയുള്ളത്.